തെരുവുനായ ആക്രമണവും പേവിഷബാധ മരണവും കുത്തനെ ഉയരുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കടിയേറ്റ് ചികിത്സ തേടിയത് 12.93 ലക്ഷം പേരാണ്. 4 പേർ ഈ കാലയളവിൽ പേവിഷബാധയേറ്റ് മരിച്ചു. ജന്തുപ്രജനന നിയന്ത്രണ പദ്ധതി ഫലപ്രാപ്തിയിലെത്താത്തതാണ് എണ്ണം പെരുകാൻ കാരണം. വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്താൻ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഏജൻസി വേണം. സംസ്ഥാനത്ത് അത്തരം ഏജൻസികളുടെ അഭാവമാണ് പ്രധാന വെല്ലുവിളി. തിരുവനന്തപുരത്തെ സ്ട്രീറ്റ് ഡോഗ് വാച്ച് എന്ന സംഘടനയ്ക്ക് മാത്രമേ ബോർഡിന്റെ അംഗീകാരമുള്ളൂ. ഇതിനാൽ ABC കേന്ദ്രങ്ങളുള്ള ജില്ലകളിൽ പോലും വന്ധ്യീകരണ ശസ്ത്രക്രിയ വേഗത്തിലാക്കാൻ സാധിക്കുന്നില്ല. നടപ്പുവർഷം തെരുവ് നായ്ക്കൾക്കുള്ള കുത്തിവയ്പ്പിനും ABC പദ്ധതിക്കുമായി സംസ്ഥാന സർക്കാർ 47.60 കോടി രൂപ നീക്കിവച്ചിരുന്നു. എന്നാൽ അംഗീകൃത ഏജൻസികളുടെ അഭാവവും ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിൽ പൊതുജനങ്ങളിൽ നിന്നുള്ള എതിർപ്പും മൂലം വന്ധ്യീകരണ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലാണ്. 2024 കൂടുതൽ തെരുവുനായ ആക്രമണം റിപ്പോർട്ട് ചെയ്ത ജില്ല തിരുവനന്തപുരമാണ്. 2ാം സ്ഥാനത്ത് കൊല്ലം, 3ാമത് എറണാകുളം എന്നിങ്ങനെയാണ് കണക്ക്. ഏറ്റവും കുറവ് വയനാട്ടിലാണ്. 8 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ വർധനവ് ഇരട്ടിയിലേറെയാണ്. 2017 1.35 ലക്ഷം പേർക്കാണ് കടിയേറ്റത്. 2024 3.6 ലക്ഷമായി ഉയർന്നു. മരണസംഖ്യയും ഏതാനും വർഷങ്ങളായി കുത്തനെ ഉയരുകയാണ്. 2020 വരെ പേവിഷബാധ മരണം വർഷത്തിൽ 10-ൽ താഴെയായിരുന്നു. 2022 മുതൽ അത് 25-ന് മുകളിലായി. ABC കേന്ദ്രങ്ങൾക്ക് സ്ഥലം ലഭ്യമാക്കുന്നതിൽ ജനങ്ങളുടെ എതിർപ്പുള്ളതിനാൽ ബദൽ നിർദ്ദേശമെന്ന നിലയ്ക്ക് പോർട്ടബിൾ ABC സെന്റർ എന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 15 ABC സെന്ററുകളുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒന്നുപോലുമില്ല. ന്യൂസ് ഡെസ്ക് ചാനൽ. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 0494208410, 7034071111.